ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഫ്രാൻസിന്റെ എതിരാളികൾ മൊറോക്കോയാണ്. നാളെ അർദ്ധരാത്രിയാണ് മൊറോക്കോയും ഫ്രാൻസും തമ്മിലുള്ള മത്സരം നടക്കുക. എന്നാൽ ഈ മത്സരം നിയന്ത്രിക്കുന്നത് അർജന്റീൻ റഫറിമാരാണ്. അക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ വന്നിരുന്നു. അതായത് ഫ്രാൻസും അർജന്റീനയും തമ്മിലുള്ള ഒരു വൈരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് ഫൈനലിന് ശേഷമാണ് അർജന്റീനയും ഫ്രാൻസും വലിയ ഒരു ശത്രുതയിലേക്ക് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അർജന്റീൻ റഫറിമാർ ഈ മത്സരത്തിൽ പണി തരാൻ സാധ്യതയുണ്ടോ എന്ന ഒരു ചോദ്യം ഫ്രഞ്ച് ഗോൾ കീപ്പറായ റോബിൻ റിസറിനോട് ചോദിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ആരോപണങ്ങളിൽ ഒന്നും തന്നെ കഴമ്പുകൾ ഇല്ല. ഇതെല്ലാം മാധ്യമ പ്രവർത്തകരുടെ സൃഷ്ടിയാണ് എന്നാണ് ഫ്രഞ്ച് ഗോൾ കീപ്പർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അർജന്റീൻ റഫറി മത്സരം നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു സമയമല്ല ഇത്. ഇതൊക്കെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പടച്ചുവിടുന്ന ഓരോ കാര്യങ്ങളാണ്. ആ ഫൈനൽ മത്സരം കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അതിന്റെ വൈര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് ഫുട്ബോളിൽ നാച്ചുറലായ ഒരു കാര്യമാണ്. പക്ഷേ ഈ റഫറിമാർ ഇവിടം അർഹിക്കുന്നവരാണ്. അവരുടെ കഴിവ് കൊണ്ടാണ് അവർ ഈ ടൂർണമെന്റിൽ എത്തി നിൽക്കുന്നത്. ഞങ്ങളുടെ കൺട്രോളിൽ ഉള്ള കാര്യങ്ങളിലാണ് ഞങ്ങൾ ശ്രദ്ധ നൽകുന്നത്. അടുത്ത റൗണ്ടിലേക്ക് ഞങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഫ്രഞ്ച് ഗോൾ കീപ്പറായ റോബിൻ റിസർ പറഞ്ഞിട്ടുള്ളത്. അർജന്റീനയുടെ റഫറിമാരാണ് എന്ന് കരുതി ആശങ്കകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. അർജന്റീനയുടെ കഴിഞ്ഞ ഈജിപ്തിനെതിരെയുള്ള മത്സരം നിയന്ത്രിച്ചത് അത് ഫ്രഞ്ച് റഫറിമാരായിരുന്നു. അവർ അർജന്റീനക്ക് അനുകൂലമായി കൊണ്ട് നിലകൊണ്ടു എന്ന ആരോപണങ്ങൾ ഈജിപ്തിന്റെ പരിശീലകനും താരങ്ങളുമൊക്കെ ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.